എല്ലാവർക്കും ന്യൂസ് ഫസ്റ്റ് മലയാളത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ക്രിക്കറ്റ് വാർത്തകൾ ആദ്യമേ അറിയാൻ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ഇന്ത്യ ശ്രീലങ്ക മൂന്നാം ഏകദിനത്തിലും ഇന്ത്യയെ നാണം കെടുത്തി ശ്രീലങ്ക മികച്ച വിജയം സ്വന്തമാക്കിയിരിക്കുകയാണ്. ശരിക്കും ശ്രീലങ്കയ്ക്ക് മുന്നിൽ ഇന്ത്യ ഇന്ന് നാണം കെട്ടു. കാരണം അത്രയ്ക്കും മോശം കളി തന്നെയാണ് ഇന്ത്യ ഇന്ന് കാഴ്ചവെച്ചത്. ബാറ്റിംഗിലും ബൗളിംഗിലും ഇന്ത്യൻ താരങ്ങളെല്ലാം ഇന്ന് ഫ്ലോപ്പ് ആയിരുന്നു. ആകെ കൂടെ പിടിച്ചു നിന്നത് രോഹിത് ശർമ്മയായിരുന്നു. ബാക്കിയുള്ള കോഹ്ലി, ഗിൽ, പന്ത് ഒക്കെ ഏകദിനത്തിൽ വൻ ഫ്ലോപ്പാണ്. ഇന്ന് ആദ്യം ബാറ്റ് ചെയ്ത ശ്രീലങ്ക 248 റൺസ് അടിച്ചുകൂട്ടി. എന്നാൽ മറുപടി ബാറ്റിംഗിൽ ഇന്ത്യ ചീട്ടുകൊട്ടാരം പോലെ തകരുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ശ്രീലങ്കൻ ബൗളറായ വെല്ലാലകയ്ക്ക് മുന്നിൽ ഇന്ത്യൻ ബാറ്റ്സ്മാൻമാർക്ക് പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല. ഇപ്പോഴാണ് സഞ്ജുവിന്റെ വില നമുക്ക് മനസ്സിലാകുന്നത്. സഞ്ജു ഉണ്ടായിരുന്നെങ്കിൽ ഒരുപക്ഷേ ഇന്നത്തെ മത്സരം ഒറ്റയ്ക്ക് നിന്ന് ജയിപ്പിച്ചേനെ. അത്രയ്ക്കും മികച്ച കഴിവുള്ള താരമാണ് സഞ്ജു. ഇന്ന് കളി തോറ്റ ശേഷം ഗംഭീർ പൊട്ടിത്തെറിച്ച് പറഞ്ഞത് ഇങ്ങനെയായിരുന്നു: ഞാൻ വളരെ ഡിസപ്പോയിന്റഡ് ആണ്. ഇന്നത്തെ മത്സരം എന്ത് വില കൊടുത്തും ജയിക്കാനാണ് ഞങ്ങൾ ഇറങ്ങിയത്. പക്ഷേ ഞങ്ങൾക്ക് ഇന്ന് അടിപതറി. എവിടെയാണ് ഞങ്ങൾക്ക് പിഴച്ചതെന്ന് വ്യക്തമല്ല. ഇന്ത്യൻ നിരയിൽ ഇന്ന് എല്ലാ താരങ്ങളും മോശം പ്രകടനമാണ് കാഴ്ചവെച്ചത്. ഞാൻ കോച്ചായി ടീമിൽ എത്തിയതിനു ശേഷം ഉള്ള രണ്ടാമത്തെ തോൽവിയാണ് ഇത്. ഇപ്പോഴാണ് സഞ്ജുവിന്റെ ഒക്കെ വില ഞാൻ മനസ്സിലാക്കുന്നത്. അവൻ ഉണ്ടായിരുന്നുവെങ്കിൽ ഇന്നത്തെ കളി ഞങ്ങൾ ഈസിയായി ജയിച്ചേനെ. സൂര്യകുമാർ, ബുംറ, സഞ്ജു എന്നിവരെ വരുന്ന ഏകദിന ടീമിലേക്ക് തിരിച്ചെത്തിക്കും. ഒരുപാട് പിഴവുകൾ ഞങ്ങൾക്കിന്ന് സംഭവിച്ചു. എന്തായാലും ഇന്നത്തെ തോൽവി ഞങ്ങൾ അംഗീകരിക്കുന്നു. വരുന്ന മത്സരത്തിൽ തെറ്റുകൾ തിരുത്തി ഇതിലും മികച്ച പ്രകടനം കാഴ്ചവെക്കും എന്നും കോച്ച് ഗംഭീർ വ്യക്തമാക്കി. ഇന്ത്യൻ ആരാധകർ വിഷമത്തിലാണ്. T20 പരമ്പര ഇന്ത്യ തൂത്തുവാരി എങ്കിലും ഏകദിന പരമ്പര ഇന്ത്യക്ക് വൻ തിരിച്ചടിയാണ് നൽകിയത്. അവസാന 2 ഏകദിനവും ജയിച്ച് ശ്രീലങ്ക കപ്പ് തൂക്കി. ഏകദിന റാങ്കിങ്ങിൽ 1-ാം സ്ഥാനത്തുള്ള ടീമാണ് ഇന്ത്യ. എന്നിട്ടും ഇന്ത്യ ശ്രീലങ്കയ്ക്ക് മുന്നിൽ മുട്ടുകുത്തി. ഇതോടെ മലയാളി താരം സഞ്ജുവിൻ ലോട്ടറി അടിച്ചു എന്ന് തന്നെ പറയാം. ഗംഭീർ പറഞ്ഞത് വരാനിരിക്കുന്ന മത്സരങ്ങളിൽ ഏകദിന ടീമിലേക്ക് സഞ്ജുവിനെ വീണ്ടും തിരിച്ചെടുക്കുമെന്ന് തന്നെയാണ്. അതിൽ സഞ്ജുവിന് തിളങ്ങാൻ സാധിച്ചാൽ വരാനിരിക്കുന്ന ചാമ്പ്യൻസ് ട്രോഫിയിലും സഞ്ജു ടീമിൽ ഉണ്ടാകും. ശ്രീലങ്ക ഇന്ന് വളരെ ഈസിയായിട്ടാണ് ഇന്ത്യയെ തോൽപ്പിച്ചു വിട്ടത്. ഇന്ത്യയുടെ നട്ടെല്ല് അത് സഞ്ജുവായിരുന്നു. അപ്പോൾ ഇന്നത്തെ ഇന്ത്യയുടെ കളിയെപ്പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ചെയ്യുക. അതുപോലെ കൂടുതൽ ക്രിക്കറ്റ് വാർത്തകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.